ഇപ്പോൾ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ഒരു നിമിഷം ദീപക് തുടരണം. ശ്രീ വി ഡി സതീശൻ, നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ വിവിധ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. പല സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തു. വലിയ വ്യാപ്തിയുള്ള ദുരന്തമാണ് നടന്നിരിക്കുന്നത്. കൂടുതൽ സേന അവിടെ എത്തിക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ ഈ മുണ്ടക്കൈ ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. 200-300 പേരിലധികം ആളുകൾ പലയിടങ്ങളിൽ ചിതറിക്കിടക്കുന്നുവെന്നാണ് പറയുന്നത്. ശ്രീ വി ഡി സതീശൻ, അവിടെ നമ്മുടെ സിദ്ദിഖ് MLA ഉണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, ധാരാളം ജനപ്രതിനിധികളായിട്ടും ബന്ധപ്പെട്ടിരുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുണ്ടകയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരെല്ലാം നടത്തുന്നത്. MLA നേതൃത്വത്തിൽ തന്നെ വടം കെട്ടി അപ്പുറത്തേക്ക് എത്താൻ പറ്റുമോ? അപകടകരമായ ഒരു നീക്കമാണ്, ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വടം കെട്ടി മുണ്ടകയിലേക്ക് എത്താൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. 60-അംഗ സംഘം NDRFന്റെ ആദ്യത്തെ സംഘം വന്നിട്ടുണ്ട്. അവര് രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള മുഴുവൻ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളും വോളണ്ടിയർമാരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ പരിധിയിൽ നിൽക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം അല്ല. തീർച്ചയായിട്ടും സൈന്യത്തിന്റെ സേവനം ആവശ്യമായ തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ്. ഞാൻ പല സ്ഥലത്തും ഉരുൾപൊട്ടിയ പല സ്ഥലങ്ങളിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കണ്ട ദുരന്തം ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമാണ് അതിന്റെ ഇഫക്റ്റ് കണ്ടിട്ടുള്ളത്. ഇവിടെ അതല്ല. ഇവിടെ ഈ വെള്ളവും കല്ലും മണ്ണും ചെളിയും എല്ലാം ചേർന്ന് പുതിയൊരു പുഴ തന്നെ ഫോം ചെയ്തിരിക്കുകയാണെന്നാണ് അവിടുന്ന് കിട്ടുന്ന വിവരം. ആ പുഴയിലൂടെ മൃതശരീരങ്ങൾ പോയിട്ടുണ്ട്. അതാണ് താഴെ നിന്ന് ചാലിയാറിൽ നിന്ന് മൃതശരീരങ്ങൾ കിട്ടാൻ കാരണമായത് ഈ ഉരുൾപൊട്ടലിലൂടെ ഉണ്ടായ ഒരു പുതിയ പുഴയാണ്. അതുകൊണ്ടാണ് ഉരുൾപൊട്ടിയ പ്രദേശത്ത് മാത്രമാണ് സാധാരണ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഉണ്ടാകാറുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഈ പുഴ ഒഴുകിപ്പോയ ശക്തമായ ഒഴുക്കോടുകൂടി പുഴ ഒഴുകിപ്പോയ സ്ഥലങ്ങളിൽ വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒരു പ്രാഥമികമായ വിവരങ്ങൾ വെച്ച് കിട്ടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും സമാനമായ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അങ്ങും സംഭവ സ്ഥലത്തേക്ക് പോകുന്നുണ്ടോ വി ഡി സതീശൻ? ഞാൻ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീ വി ഡി സതീശൻ. താങ്ക് യു. ഞങ്ങൾ ഇടയ്ക്ക് ബന്ധപ്പെട്ടുകൊള്ളാം. കാരണം നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട് ഈ മുണ്ടകൈ ഭാഗത്ത് നിന്ന്. കാര്യം അവരുടെ സ്പോട്ടുകൾ നമുക്കൊന്ന് അവർ കൊടുക്കണം. നമ്മളും ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്പർ തുറന്നിട്ടുണ്ട്. താങ്ക് യു വി ഡി സതീശൻ. പ്രേക്ഷകർക്കും വിളിക്കാവുന്നതാണ്. ഈ ഭാഗത്ത് മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്നവർ മാത്രം തൽക്കാലം വിളിക്കുക. ചൂരൽമല, മുണ്ടക്കൈ, വെള്ളാർമല ഭാഗത്തുള്ളവർ മാത്രം വിളിക്കുക. ബാക്കിയുള്ള ഭാഗത്തുള്ളവർ ഏതെങ്കിലും രക്ഷാപ്രവർത്തനം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും വിവരങ്ങൾ നൽകാൻ വേണ്ടി മാത്രം നമ്മളുമായി ബന്ധപ്പെടുക. കാരണം രക്ഷാപ്രവർത്തക ദൗത്യത്തെ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള നമ്പറുകളാണ്. തീർച്ചയായും ആ നമ്പർ കൂടി നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നവരുടെ സ്പോട്ടുകൾ നമ്മുടെ PCR രേഖപ്പെടുത്തണം. അത് നമുക്ക് ദീപക് മോഹൻ വഴി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ ഏകോപിപ്പിക്കുന്നവരെ ഏൽപ്പിക്കണം. MLA ടി സിദ്ദീഖ് അവിടെയുണ്ട്, അദ്ദേഹത്തെ നമുക്ക് ഏൽപ്പിക്കാം. 3 പ്രധാനപ്പെട്ട ലൊക്കേഷനുകളാണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് മുണ്ടക്കൈ സ്കൂളിന്റെ പരിസരം, മുണ്ടക്കൈ ബസ് സ്റ്റാൻഡിന്റെ പരിസരം, ട്രീ വാലി റിസോർട്ടിന്റെ പരിസരം. ഇവിടെയാണ് ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്. രാഘവനെ ഒരിക്കൽ കൂടി വിളിക്കാവുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ഈ മുണ്ടക്കൈയിലെ ഈ സ്കൂളിന്റെ പരിസരത്ത് കൈകൾ ഉയർത്തി ചെളിയിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരാളുണ്ട്. അയാളെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. അത് കുറച്ച് നേരമായി അവിടെ നിൽക്കുന്നു. പക്ഷേ അവിടേക്ക് പ്രാദേശിക ദൗത്യസംഘത്തിന് എത്താൻ സാധിക്കുന്നില്ല. പക്ഷേ അല്പസമയത്തിനുള്ളിൽ നമ്മളുടെ NDRFന്റെ സംഘത്തിന് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. 2 ഹെലികോപ്റ്ററുകൾ മാത്രം പോരാ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ രക്ഷാദൗത്യം അവിടെ എത്തണം. പക്ഷേ ഹെലികോപ്റ്ററുകൾക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ കഴിയുമോ? ഹെലികോപ്റ്ററുകൾക്ക് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത വലിയ കാടുള്ള പ്രദേശമാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ വിസിബിലിറ്റി 0 ആവും. അങ്ങനൊരു ഘട്ടമുണ്ടെങ്കിൽ അത് ഹെലികോപ്റ്റർ വരുന്നതിനും പരിമിതികളുണ്ട്. മാത്രവുമല്ല പരിക്കേറ്റവരെ ഇനി ഇത്രയും ദൂരം നടന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടന്ന് ചൂരൽമലയിലേക്ക് എത്തുക എന്നുള്ളതും അതിസാഹസികമായ കാര്യമാണ്. 3 തവണ ഈ 3 തവണ ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ടിൻ്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ കൂടി പ്രേക്ഷകർക്ക് കാണാം. ആ നമ്പറിൽ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ളവർ, ചൂരൽമല ഭാഗത്തു നിന്നുള്ളവർ, പോത്തുകൽ ഭാഗത്തു നിന്നുള്ളവർ എന്തെങ്കിലും സഹായം ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പക്ഷം നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.